UK പോയിട്ട് പിന്നെ ആ സമയത്തൊക്കെ ആളുകൾ പ്രശ്നങ്ങൾ നേരിട്ടല്ലേ ഈ റേസിസത്തിനെ പറ്റിട്ടൊക്കെ പറയായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ശരിക്കും UK ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല. ഈ റേസിസം ഉണ്ട് ഡെഫിനറ്റ്ലി. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഈ റേസിസം പറയുന്ന ആൾക്കാർ മൈൻഡിലുണ്ടാവും, ഉണ്ടാകുന്നല്ല മൈൻഡിലുണ്ടാവാം. അത് പറയുന്ന ആൾക്കാര് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഗ്രോത്ത്. നമ്മൾ ഒരു ഡെവലപ്പ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമിന്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ മോശം കൂട്ടുകെട്ടിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മോശമായിക്കൊണ്ടിരിക്കും. അതായത് ഒരു ഇല ചീഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ഇലയൊക്കെ ചീഞ്ഞ് തുടങ്ങുമല്ലോ ഒരു മൂലയ്ക്ക് വന്ന്. അപ്പം നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു കോണ്ടാക്ട് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഡെവലപ്മെന്റ്. അപ്പം ഞാൻ കൂടിയിട്ടുള്ള ഡെവലപ്മെന്റ്സിന്റെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോക്കാൻ സമയമില്ല. എന്നെ നോക്കിയിട്ട് നീ ഇന്ത്യക്കാരനല്ലടാ, നീ കർമ്മനാണെന്ന് പറയാനുള്ള സമയം അവർക്കില്ല. അവർക്ക് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യണം, നമുക്കൊരു ഐഡിയ പറഞ്ഞു തരും, നമ്മൾ അവരോട് ഡെവലപ്പ് ആകുമെന്നുള്ളൂ. റേസിസം ഉണ്ട്, താഴെ തട്ടിലുണ്ടാവും, മേലെ തട്ടിലുണ്ടാവും, ഇടയ്ക്കും ഉണ്ടാവും. അത് നമ്മൾ കേൾക്കാനുള്ള സമയമുള്ള ആൾക്കാരോട് കൂടിയാൽ മതി. അത് പറയാൻ സമയമില്ലാത്ത ആൾക്കാരോട് കൂടി കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പോകില്ല. അല്ലെങ്കിൽ രാത്രി മറ്റേ കള്ളും കുടിച്ച് റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്ന് വേണമെങ്കിൽ പറയാം. ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരുന്നാൽ പറയാം. എന്തിനായി രാത്രി അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? നമ്മൾ ഡെവലപ്മെന്റ് മാത്രം ഉദ്ദേശിച്ച് ജീവിച്ചാൽ മതി.